അച്ഛാ, ഒത്തിരി കൺഫ്യൂഷനുള്ള കാര്യമാണ് ഈ രോഗശാന്തി. നമ്മൾ കേൾക്കുന്ന ഈ രോഗശാന്തി ശരിക്കും സത്യമുള്ളതാണോ? ക്രിസ്തു ഇപ്പോഴും രോഗികളെ സുഖപ്പെടുത്തുന്നുണ്ടോ? നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ധ്യാന കേന്ദ്രങ്ങളിലൂടെയും പ്രാർത്ഥനകളിലൂടെയൊക്കെ നടക്കുന്ന രോഗശാന്തികളിൽ സത്യമുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. തീർച്ചയായും സത്യമുണ്ട്. അതാണ് അതിൻ്റെ ഒറ്റവാക്കിലുള്ള ഉത്തരം. കാരണം നമുക്ക് ബൈബിളിൽ നമ്മൾ കാണുന്നത് യേശുക്രിസ്തു രോഗികളെ ഇങ്ങനെ സുഖപ്പെടുന്നതായിട്ടാണ്. ആ യേശുക്രിസ്തു ഇന്നും ജീവിക്കുന്നു എന്ന് പറയുകയും ക്രിസ്തു രോഗികളെ സുഖപ്പെടുത്തുന്നില്ല, അല്ലെങ്കിൽ ഇപ്പോൾ ധ്യാനത്തിലോ പ്രാർത്ഥനയിലോ വൈദ്യശാസ്ത്രത്തിനുപരിയായിട്ട് രോഗസൗഖ്യം സംഭവിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതൊരു കോൺട്രഡിക്ഷനാണ്. അതൊരു കോൺട്രഡിക്ഷൻ ആയതുകൊണ്ട് രോഗശാന്തി ഉണ്ട് എന്ന് പറയുകയല്ല, ആ കോൺട്രഡിക്ഷൻ വരാതെ സംസാരിക്കാൻ വേണ്ടി. മറിച്ച് എന്താണ്? അതൊരു യാഥാർത്ഥ്യമാണ്. രോഗശാന്തികൾ അസംഖ്യം സംഭവിക്കുന്നുണ്ട് എന്നുള്ളത്. പക്ഷെ ഇങ്ങനൊരു ചോദ്യം ഉണ്ടാകുന്നതിൻ്റെ പിന്നിലൊരു പ്രശ്നം നമുക്കറിയാം. ഇത് പലപ്പോഴും എക്സാജറേറ്റ് ചെയ്യപ്പെടുന്നു. ഇല്ലാത്ത കാര്യങ്ങളൊക്കെ രോഗശാന്തിയായിട്ട് ചിലരൊക്കെ മനഃപൂർവ്വം തന്നെ അവതരിപ്പിക്കുന്നുണ്ടാകാം. പിന്നെ ചിലര് താൽക്കാലികമായ തോന്നലുകളെ വലിയ സൗഖ്യമായിട്ട് അവതരിപ്പിക്കുന്നുണ്ടാകാം. അങ്ങനെയൊക്കെ ഇത് ഒരു തരത്തില് ഒരുപാട് ഒരു ഡെമോൺസ്ട്രേഷനായിട്ടൊക്കെ നീണ്ടു പോകുന്നു എന്നുള്ളൊരു പശ്ചാത്തലത്തിലൊക്കെ ആയിരിക്കാം അങ്ങനെ ഒരു ചോദ്യം വരുന്നത്. അപ്പോൾ ഉത്തരം ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് രോഗശാന്തി ഉണ്ട്. പക്ഷേ ഏതൊക്കെയാണ് യഥാർത്ഥത്തിലുള്ള രോഗശാന്തി, ഏതാണ് അല്ലാത്തത് എന്ന് വേർതിരിച്ച് മനസ്സിലാക്കുക എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഒരു രോഗശാന്തി ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിന് തെളിവുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ അത് അന്വേഷിച്ചു പോയാൽ അതിനൊക്കെ തെളിവുണ്ട്, അല്ലേ? ഇപ്പം നമ്മൾ ഈ അനുഭവ സാക്ഷ്യങ്ങൾ കേൾക്കുന്ന ആൾക്കാരുടെ കുറച്ച് ഭക്തജനങ്ങൾ ഇതെല്ലാം അപ്പാടെ വിഴുങ്ങുന്നു, വിശ്വസിക്കുന്നു. കുറച്ചു പേര് ഇതെല്ലാം അപ്പാടെ തള്ളിക്കളയുന്നു, നിരീശ്വരവാദികൾ അല്ലെങ്കിൽ യുക്തിവാദികൾ എന്ന് പറഞ്ഞ്. നമുക്കിതിന് രണ്ടിനും പോണ്ട. ഈ പറയുന്നത് എല്ലാം ശരിയാകണമെന്നില്ല, പക്ഷെ ഒന്നുമില്ല എന്ന് പറയുന്നതും ശരിയല്ല. മറിച്ച് നമുക്കതിനിടയ്ക്കൂടെ ഒരു പഠനം നടത്തിയാൽ എല്ലാം തള്ളിക്കളയാൻ പറ്റില്ല. ഈ കണ്ട ലോകം മുഴുവനുള്ള എല്ലാ ആൾക്കാരും എന്നെ കർത്താവ് സുഖപ്പെടുത്തി, എന്നെ സ്പർശിച്ചു, എൻ്റെ രോഗം മാറി, വിട്ടുമാറാത്ത വൈദ്യശാസ്ത്രത്തിന് മാറ്റാൻ കഴിയാത്ത സൗഖ്യം എനിക്ക് കിട്ടി എന്ന് പറയുമ്പം ഇതിനെ എല്ലാം തള്ളിക്കളയണമെങ്കിൽ അതൊരു സംശയമല്ല, ഒരുപക്ഷെ ഒരു സംശയ രോഗം എന്ന് പറയേണ്ടി വരും. അപ്പം രണ്ടും ഉണ്ട്. ഇനി തെളിവെന്താണെന്നൊക്കെ ചോദിച്ചാൽ ഈ ആൾക്കാർ പറയുന്ന അനുഭവ സാക്ഷ്യങ്ങൾക്ക് ഉപരിയായിട്ട് കുറേ സയൻറ്റിഫിക്കായിട്ട് പ്രൂവണായിട്ടുള്ള രോഗശാന്തികളുണ്ട്. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം അതാണ്. നമുക്കറിയാമല്ലേ, പല വിശുദ്ധരുണ്ട്. വിശുദ്ധ മദർ തെരേസ, വിശുദ്ധ അൽഫോൻസാമ്മ, വിശുദ്ധ ഫ്രാൻസിസ് ഓഫ് അസീസി, സെന്റ് ആന്റണി, അങ്ങനെ പലരും. പക്ഷെ സഭയ്ക്കൊരു ഒരാളെ വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കുന്നതിന് പല ഘട്ടങ്ങളുണ്ട്. ആൾക്കാർ അദ്ദേഹത്തെ ഒരു വിശുദ്ധനായിട്ട് കണ്ട് പ്രാർത്ഥിച്ചു തുടങ്ങുന്നു, അദ്ദേഹം ധന്യനാകുന്നു, ദൈവദാസനാകുന്നു, വാഴ്ത്തപ്പെട്ടവനാകുന്നു, ഒടുവിൽ വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കപ്പെടുന്നു. കാനനൈസേഷൻ പ്രോസസ്സിൻ്റെ ചില ഭാഗങ്ങളാണ്. അപ്പോൾ ഈ വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കുന്ന അവസാന ഘട്ടങ്ങളിൽ വരുമ്പം 2 മിറക്കിൾ അവരുടെ പേരിൽ ഉണ്ടാകണം. ഈ വിശുദ്ധനോട് പ്രാർത്ഥിച്ച് 2 സയൻറ്റിഫിക്കലി പ്രൂവണായിട്ടുള്ള മിറക്കിൾ. ഈ സയൻറ്റിഫിക്കലി പ്രൂവൺ എന്ന് പറഞ്ഞാൽ ഡോക്ടർ സർട്ടിഫൈഡ് മിറക്കിൾ, അതായത് വൈദ്യശാസ്ത്രത്തിന് സുഖപ്പെടുത്താനാവാത്ത ചില രോഗങ്ങൾ സുഖപ്പെട്ടു എന്നുള്ളത്. ഈ കാനനൈസേഷൻ പ്രോസസ്സ് നീണ്ടുപോകുന്നതിൻ്റെ ഒരു കാരണം ഇതൊന്നും പലപ്പോഴും ആൾക്കാർക്ക് അറിയത്തില്ല. എന്ന് പറഞ്ഞാൽ വെയിറ്റിംഗ് ഫോർ ദാറ്റ് മിറക്കിൾ. ബാക്കിയെല്ലാം ശരിയാണ്, അദ്ദേഹം വിശുദ്ധൻ തന്നെയാണ്. പക്ഷേ ജനങ്ങളുടെ മുമ്പിൽ അദ്ദേഹം ഒരു മനുഷ്യനും അപ്പുറം ഒരു ദൈവ മനുഷ്യനായി എന്ന് എടുത്തു പറയാൻ തക്കവിധം ഒരു എക്സ്ട്രാ ഓർഡിനറി മിറക്കിൾ സംഭവിക്കണം. അപ്പം നമ്മളിന്ന് നിലവിൽ കാണുന്ന എല്ലാ വിശുദ്ധരുടെയും പേരിൽ ഏറ്റവും മിനിമം 2 സയൻറ്റിഫിക്കലി പ്രൂവണായിട്ടുള്ള അത്ഭുതങ്ങളുണ്ട്, മിറക്കിളുണ്ട്. വളരെ അപൂർവമായിട്ടായിരിക്കാം ഒരുപക്ഷെ അങ്ങനെ ഒരു മിറക്കിളിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ. പക്ഷേ 99%. അപ്പോൾ ഈ 2 മിറക്കിൾ മസ്റ്റാണ്. ഇനി അവരുടെ കൂടെ പ്രാർത്ഥിച്ച് കിട്ടിയ ഒത്തിരി കാര്യങ്ങൾ അനേകമുണ്ട്. നമ്മൾ കുറേയൊക്കെ കണ്ണടച്ചാലും എല്ലാത്തിൻ്റെയും മുമ്പിൽ കണ്ണടച്ച് വെറുതെ ഇരുട്ടാക്കിയിട്ട് കാര്യമില്ല.
നമ്മൾ ഒരു ഓപ്പണായിട്ടുള്ള ഒരു അന്വേഷണമാണ് നടത്തുന്നതെങ്കിൽ ഈ മേഖലകളിലൂടെയൊക്കെ സെർച്ച് ചെയ്ത് പോയാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകും രോഗശാന്തി എന്ന് പറയുന്നത് സത്യമാണ്. കർത്താവ് ഇന്നും സുഖപ്പെടുത്തുന്നു. കാരണം കർത്താവ് അന്ന് സുഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതേ ക്രിസ്തു ഇന്നും ജീവിക്കുന്നു. ഇന്ന് സുഖപ്പെടുത്താതിരിക്കുന്നു എന്ന് പറയുന്നതിനകത്ത് അർത്ഥമില്ല. അതിന് നമുക്ക് തെളിവുകളുണ്ട്. ഒന്ന് ആൾക്കാരുടെ അനുഭവ സാക്ഷ്യങ്ങൾ, അതിലെല്ലാം വേണ്ട. പക്ഷെ കൃത്യമായ കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ കണ്ടുമുട്ടും കണ്ണടയ്ക്കാതിരുന്നാൽ. പിന്നെ ഈ പറഞ്ഞതുപോലെ വളരെയധികം സയന്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ള കാനനൈസേഷനുമായിട്ടുള്ള ബന്ധപ്പെട്ട ആയിരക്കണക്കിന് എക്സ്ട്രാ ഓർഡിനറി മിറക്കിൾസ് പലരുടെയും ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ധ്യാന കേന്ദ്രങ്ങളിലും പ്രാർത്ഥനയിലൂടെ മിറക്കിൾ സംഭവിക്കുന്നുണ്ടോ, രോഗശാന്തി സംഭവിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ കൃത്യമായിട്ടും ഉണ്ട്.